വെള്ളം കണ്ടപ്പോ ഒന്നും നോക്കിയില്ല കേട്ടോ. വെള്ളിലത്താളിയൊക്കെ തലയിൽ തേച്ചിട്ട് ഒരു കുളി അങ്ങ് പാസാക്കി. അപ്പൊ കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് ഏതാ സ്ഥലമെന്ന്. മൂലമറ്റത്തെ ത്രിവേണി സംഗമമാണ് കേട്ടോ ഇത്. എന്ത് സുന്ദരമാണെന്നോ ഇവിടം കാണാനായിട്ട്. പച്ച വിരിച്ച പ്രദേശവും കളകളം ഒഴുകുന്ന നദിയും പാറിപ്പറക്കുന്ന കിളികളും. വളരെ മനോഹരമാണ് നമ്മുടെ മൂലമറ്റത്തെ ത്രിവേണി സംഗമം കാണാനായിട്ട്. എന്താണേലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ത്രിവേണി സംഗമം ഒക്കെ ഒന്ന് കാണിച്ചു തന്നേച്ച് താളിയൊക്കെ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. 3 ആറുകൾ വന്ന് ചേരുന്നത് കൊണ്ടാണ് ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ കനാലിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം മൂലമറ്റം പവർ ഹൗസിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ്. അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളപ്പെടുന്ന വെള്ളമാണ് നമ്മുടെ ഈ ആറ്റിലൂടെ ഒഴുകുന്നത്. ഇതാണ് കേട്ടോ തൂക്കുപാലം. ഈ തൂക്കുപാലത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രിവേണി സംഗമം കറക്റ്റായിട്ട് കാണാനും പറ്റും. വെള്ളം ഒഴുകുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാനും സാധിക്കും. എനിക്കൊക്കെ കുഞ്ഞിലെ ഈ തൂക്കുപാലത്തെ കയറാൻ വേണ്ടി പേടിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. കൂട്ടുകാർ ഈ മൂലമറ്റം വഴി പോകുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. നമ്മുടെ ഈ ത്രിവേണി സംഗമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അനേകർ വരാറുണ്ട് കേട്ടോ. മീൻ പിടിക്കാനായിട്ടും ഫോട്ടോസുകൾ എടുക്കാനായിട്ടും ഒക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൽ കിടക്കുന്ന കല്ല് കണ്ടില്ലേ, ഉരുളൻ കല്ലുകളാട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്, ഉരുണ്ട കല്ലുകൾ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ആർക്ക് കണ്ടാലും ഒന്ന് കുളിച്ചേച്ച് പോകാൻ തോന്നും, അതുപോലത്തെ നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ എന്താണേലും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് വെള്ളിലയൊക്കെ കിട്ടി. ആ വെള്ളിലയൊക്കെ ഒന്ന് അരച്ച് താളിയാക്കിയതിന് ശേഷം തലയിലൊക്കെ ഒന്ന് തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് വെള്ളിലത്താളി ഉണ്ടാക്കിയാലോ? പണ്ടത്തെ മുത്തശ്ശിമാരും അമ്മമാരുമൊക്കെ തോട്ടിലും ആറ്റിലും അരുവിയിലും പുഴയിലൊക്കെ പോയി താളിയൊക്കെ തേച്ച് ചെമ്പട്ടിത്താളി, വെള്ളിലത്താളി, മുടിനീട്ടിത്താളി ഇങ്ങനെയുള്ള താളികളൊക്കെ അരച്ച് തലയിൽ തേച്ചൊക്കെയാണ് കുളിച്ചിരുന്നത്. വെള്ളിലം, വെള്ളിലത്താളി എന്നെല്ലാം നമ്മുടെ ഈ വെള്ളിലത്താളിയെ അറിയപ്പെടുന്നു. അമ്മ കറുമ്പി മകളു വിളുമ്പി മകളുടെ മകളോ സുന്ദരിക്കോത എന്ന പഴഞ്ചൊല്ലിൻ്റെ ഉത്തരം വെള്ളില എന്നാണ്. ആ വെള്ളില ഉപയോഗിച്ചാണ് നമ്മളിന്ന് വെള്ളിലത്താളി റെഡിയാക്കിയെടുക്കുന്നത്. വെള്ളില ഞാൻ പറിച്ചെടുത്തത് നമ്മുടെ ആറ്റിൻ്റെ സൈഡിൽ നിന്നാകട്ടോ. ഞാനത് ആറ്റിലെ വെള്ളത്തിൽ നല്ല വൃത്തിക്ക് കഴുകി കല്ലേ വെച്ച് ഉരച്ച് വെള്ളത്തിനകത്ത് പിഴിഞ്ഞെടുത്താണ് വെള്ളിലത്താളി റെഡിയാക്കിയിരിക്കുന്നത്. വെള്ളിലത്താളി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും മുടി നല്ല കരുത്തോടു കൂടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും നമ്മുടെ വെള്ളിലത്താളി വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ വെള്ളിലത്താളി ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുന്ന സമയത്ത് നമ്മുടെ തലയോട്ടി നല്ല ക്ലീൻ ആവുകയും ചെയ്യുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും ഇതുപോലെയുള്ള താളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള തോട്ടിലോ അരുവിയിലോ പുഴയിലൊക്കെ കഴുകുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും. തലയൊട്ടിയൊക്കെ നല്ല വൃത്തിക്കിരിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും കുളിച്ചിരുന്നത്. ഇപ്പം ആർക്കാ സമയമല്ലേ, എല്ലാവർക്കും തിരക്കാണ്. ഇവിടെയുള്ളവരൊക്കെ ഇവിടെ വന്നാണ് കേട്ടോ കുളിക്കുന്നതും അലക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ വെള്ളിലത്താളിയൊക്കെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന്. ഇനി ഒരു 5 മിനിറ്റ് മസാജ് കൂടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? കൂട്ടുകാർക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്